ഈ വർഷം അവസാനത്തോടുകൂടി നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല കൈമൂർ ആണ്. കൈമൂർ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുൻഗർ ആണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുര ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനി ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സുപ്പോൾ ആണ്. സുപ്പോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജഹാനാബാദ് ആണ്. ജഹാനാബാദ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നവാഡയാണ്. നവാഡ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ്. ഗോപാൽഗഞ്ചിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുസാഫർപൂർ ആണ്. മുസാഫർപൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവർ ആണ്. ശിവറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് NDA സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭോജ്പൂർ ആണ്. ഭോജ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബഗുസരായി ആണ്. ബഗുസരായിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സർഹാസയാണ്. സർഹാസയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഔറംഗാബാദ് ആണ്. ഔറംഗാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അർവാൾ ആണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല പട്നയാണ്. പട്ന ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശരൺ ആണ്. ശരൺ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ലഖീസറായി ആണ്. ലഖീസറായിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും NDA സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരൻ ആണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ
4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 7 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ്. വെസ്റ്റ് ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കതിഹാറാണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അരാരിയയാണ്. അരാരിയ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ NDA സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. ഇന്ത്യ സഖ്യം 3 സീറ്റുകൾ വരെയും മറ്റു കക്ഷികൾ 1 സീറ്റും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗഗാരിയയാണ്. ഗഗാരിയ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗയയാണ്. ഗയ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹ്താസ് ആണ്. റോഹ്താസ് ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജാമുയിയാണ്. ജാമുയിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുരയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ NDA സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. ഇന്ത്യ സഖ്യം 3 സീറ്റുകൾ വരെയും മറ്റു കക്ഷികൾ 1 സീറ്റും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവാനാണ്. ശിവാനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലി ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബക്സറാണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ 129 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 99 സീറ്റുകൾ വരെ NDA സഖ്യവും 15 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.